ശ്രീ പഴകുളം മധു, നാടിന്റെ പട്ടിണി മാറ്റാനുള്ള ഒരു പദ്ധതിയെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? 64,000 പേർക്ക് ഏതെങ്കിലും ആനുകൂല്യം ഏതെങ്കിലും പേരിൽ കൊടുക്കാൻ തീരുമാനിച്ചാൽ പ്രതിപക്ഷം അതിനെ എതിർക്കേണ്ടതായിട്ടില്ല. എന്ത് നടത്തിയാലും അതിനെല്ലാം ഒരു തട്ടിപ്പ്, ഒരു അടവ് നയം, ഒരു വികലമായ സമീപനം അത് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയാണ്. ഇവർ 9 വർഷം കേരളം ഭരിച്ചിട്ട് 9.5 വർഷം ഭരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിൽ ഇവർ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയാണ്. കേരളം അതിദരിദ്രയില്ലാത്ത സംസ്ഥാനമായിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനം അങ്ങനെയില്ല, ലോകത്തിലും. അതുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ നേടുകയും ഞങ്ങൾ ഒന്നാമതാണെന്നുള്ള എന്താണ് അവിശ്വസനീയമായിട്ടുള്ള തട്ടിപ്പ് വർത്തമാനം കണ്ടിട്ട് ഇറങ്ങിപ്പോകാനുള്ള ശ്രമിക്കുന്നു. കഴിഞ്ഞ 9 വർഷക്കാലമായി ബജറ്റിൽ പ്രഖ്യാപിച്ച ദരിദ്രർക്കുള്ള ക്ഷേമ പദ്ധതികളിൽ പലതും താളം തെറ്റി കിടക്കുന്നു, ഒന്നും നടപ്പാക്കിയിട്ടില്ല, ആർക്കും പങ്കെടുക്കുന്നില്ല. 2004-5 കാലത്ത് ഒന്നാം കുട്ടിയുടെ കാലത്ത് ഉണ്ടായ നാഷണൽ കമ്മീഷൻ ഫോർ അൺഓർഗനൈസ്ഡ് സെക്ടർ, ആ കമ്മീഷൻ കണ്ടെത്തിയ ചില കാര്യങ്ങൾ. അതിൽ ഇന്ത്യയിലെ 6.5% എക്സ്ട്രീമിലി പോറാണ്. കണക്ക് പ്രകാരം കണ്ടെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ 76% ആൾക്കാർ പോറാണ്. 76% ഇന്ത്യക്കാർ ദരിദ്രരാണ്, പാവങ്ങളാണ്. അവർക്ക് ജീവിതത്തെ അന്തസ്സോടെ മുന്നോട്ട് കൊടുക്കാൻ കഴിയാത്തവർ. അതാണ് ആ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം ഈ രാജ്യത്തെ NFSA, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് തന്നെ 2013 ഉണ്ടായിരുന്നു. ആ ആക്ട് പ്രകാരം 5.92 ലക്ഷം ആൾക്കാർ കേരളത്തിൽ അന്ത്യോദയ അന്യയോജന പദ്ധതി പ്രദേശം ലഭിക്കുന്നവരായി. അവർ ഈ രാജ്യത്ത് അതിദരിദ്രരല്ല എന്ന് തോന്നുന്നു കണ്ടെത്തി. ഗവൺമെന്റ് 64,000 പേരെ മാത്രമേ അങ്ങനെ കാണുന്നു. അതിനുശേഷം കേരള ആശ്രയ സ്കീമാണ്. ആശ്രയ സ്കീം പ്രകാരം ഇന്ന് കറന്റ് ഈ ദിവസത്തെ കണക്ക് കേരള പ്ലാനിംഗ് കമ്മീഷൻ കൊടുത്ത കണക്ക് പ്രകാരമാണെങ്കിൽ 1.5 ലക്ഷം ആൾക്കാർ ഈ ആശ്രയ സ്കീമിൽ ഗവൺമെന്റ് കാലത്താണ് ഈ സ്കീം കേരളത്തിൽ നടപ്പാക്കി. ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും നോം പ്രകാരമായ സർവേയാണ് നടത്തിയിട്ടുള്ളത്. ഇതിന് സെൻസസ് ആണോ ഇതിനെ ബാധകമാക്കിയത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളാണോ ബാധകമാക്കിയിട്ടുള്ളത്? ആരാണ് സർവേ നടത്തിയത്? ഡോക്ടർ നേരിടുന്നതിനെ പോലെ പ്രഗത്ഭരായ എക്കണോമിക്സ് അദ്ദേഹം അവർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധൻ ഈ സർവേയെ അന്വേഷിച്ചിട്ടുണ്ടോ?